ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കൊച്ചി ടൗൺ ഹാളിന് സമീപത്തുള്ള യൂസ്ഡ് ഫർണിച്ചർ കടയ്ക്ക് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കടയിലാണ് പുലർച്ചെ 3 മണിയോടുകൂടി വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അപകട സാഹചര്യം എന്ന് പറയുന്നത് ഈ തീപിടിച്ച കെട്ടിടത്തിന്റെ തൊട്ട് സമീപത്ത് ഒരു വശത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. അത് അപകട സാഹചര്യം വർദ്ധിപ്പിക്കുന്നു. അവസാനിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന് എതിർവശവും മറ്റൊരു പെട്രോൾ പമ്പാണ്. നേരെ തിരിഞ്ഞാൽ മറുവശത്തും ഒരു പെട്രോൾ പമ്പാണ്. അതായത് അടുപ്പ് കൂട്ടിയതുപോലെ 3 പെട്രോൾ പമ്പുകൾക്ക് നടുവിലാണ് ഈ തീപിടിച്ച സ്ഥാപനം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തോട് ചേർന്നിരിക്കുന്നത് ഇതൊരു ലോഡ്ജ് ഹോട്ടലാണ്. അവിടെ താമസക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് അപകടമുണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ താമസക്കാരെ ഇവിടെ നിന്നും മാറ്റുകയുമായിരുന്നു. ഗാന്ധിനഗറിൽ നിന്ന് ഉൾപ്പെടെ 7ഓളം ഫയർ യൂണിറ്റുകളാണ് ദ്രുതഗതിയിൽ ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയുന്നതുപോലെ നഗരമധ്യമാണ്. തൊട്ടടുത്ത് ടൗൺ ഹാളുണ്ട്. ഈ പറഞ്ഞതുപോലെ ചുറ്റും പെട്രോൾ പമ്പുകളാണ്. ഹോട്ടൽ സംവിധാനമുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മെട്രോ കടന്നു പോകുന്നുണ്ട്. ആ നിലയിൽ കൊച്ചി നഗരത്തെ ആകെ സ്തംഭിപ്പിക്കാൻ പോകുന്ന നിലയിലേക്ക് ഒരു അപകടം ഉണ്ടാകാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും ഘടകങ്ങളും ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ അത് ഈ തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നിലയിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കടയായിരുന്നു. കുഷ്യൻ ഉള്ള കസേരകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കസേരകളും ടേബിളുകളും, ഇതൊക്കെയാണ് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അകത്തേക്ക് നോക്കിയാൽ കാണാം, ഇത് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കെട്ടിടമായിരുന്നു. അല്ലാതെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ തീപിടിച്ച സാഹചര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് എത്താൻ തന്നെ വലിയ പ്രതിസന്ധി നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സെക്കൻഡ്സ് കസേരകളും മറ്റുള്ള സാധനങ്ങളും റെഡിയാക്കുന്ന സ്ഥലമല്ലേ, അത് ഡംപ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് നല്ല സോഴ്സിലേക്ക് വെള്ളം ഇപ്പം നന്നായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി തീ അണഞ്ഞു, പക്ഷേ പുക ധാരാളം വന്നുണ്ട്. വലിയ അപകട സാഹചര്യമാണല്ലോ. 3 പെട്രോൾ പമ്പുകൾക്ക് നടുക്ക് മെട്രോ പില്ലർ വരുന്നു. എല്ലാം ഉണ്ട്. ഞങ്ങൾ ഗാന്ധിനഗറിൽ നിന്ന് ആദ്യം കിട്ടി. ഗാന്ധിനഗർ വന്നു, ഉടൻ തന്നെ ക്ലബ് റോഡ് വന്ന്, മറ്റുള്ള 6 സ്റ്റേഷനുകൾ വന്നു, കുറേ യൂണിറ്റ് വർക്ക് ചെയ്ത് ഏതാണ്ട് 95% തീർന്നിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് ഈ നഗരമധ്യത്തിൽ ലൈസൻസും പ്രവർത്തനാനുമതിയും ഒക്കെ കിട്ടുന്നത്? ഇതിന് ഫയർ സംവിധാനമൊക്കെ ഉണ്ടോ? ഇതിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അത് ഓഫീസർമാരോട് തിരക്കേണ്ടി വരും. ഇതിനല്ല, മറ്റുള്ള സ്ഥാപനങ്ങൾ പെട്രോൾ ബങ്ക് അതിനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെങ്ങനെയുണ്ട്? കാരണം ഇത് സെക്കൻഡ്സ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയില്ല. ഈ നിലയിലാണല്ലോ ഇതിന്റെ കെട്ടിടവും ഷീറ്റ് കൊണ്ട് മറച്ച കെട്ടിടമാണ്. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നല്ലേ ആദ്യഘട്ടത്തിൽ? ഇത് ഈ മറച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക്, കാരണം അത് മറം മാറ്റിയിട്ടേ അടിച്ചാലേ കയറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെറുതെ അടിച്ച് പാഴായി പോകാന്നേ ഉള്ളൂ. പുറകിലൂടെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞത് ഉപകാരമാണ്. കാരണം ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് കത്തി, കാരണം ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവിടെ നിന്ന് ഏതോ പുറയിൽ ഏതോ സോഴ്സിൽ നിന്ന് കത്തി തുടങ്ങിയിട്ട് ഇവിടെ എത്തിയത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയുള്ളൊരു സ്ഥലത്ത് ആദ്യം തന്നെ കാണേണ്ടതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കെട്ടിടങ്ങൾ നമ്മൾ പിന്നെ നോക്കുന്നത് അടുത്തുള്ള കെട്ടിടങ്ങൾ ഇതിനുള്ള. അപ്പോൾ ഇവിടെ ഒരു വഴി കണ്ടതുകൊണ്ട് നമ്മൾ അടുത്ത യൂണിറ്റ് പുറകിലേക്കിട്ട്, അവിടെ സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു. സിലിണ്ടറുണ്ട്, മറ്റുള്ള വീടുകളുള്ളത് കൊണ്ട് ഞങ്ങൾ അത് പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ട് വേറെ അടുത്തേക്ക് ഒരു അപകടം ഉണ്ടാകാതെ ഇതിൽ തന്നെ ഒതുക്കുന്നത്. നഗരമധ്യമായതുകൊണ്ട് തന്നെ പുലർച്ചെ 3 മണി ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു ഗതാഗതം ഉണ്ടാകാതിരുന്നത്, വലിയൊരു വാഹനങ്ങളുടെ തിരക്കുണ്ടാകാതിരുന്നത്. അല്ല എങ്കിൽ നേരം പുലർന്നിരുന്നെങ്കിൽ വലിയ രീതിയിൽ വാഹനങ്ങളുടെ തിരക്കുണ്ടാകും, അപകട സാഹചര്യം വർദ്ധിക്കുകയും എല്ലാം ചെയ്യും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തേക്ക് എത്താൻ വലിയ പ്രതിസന്ധി ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്നു. പിന്നീട് ഇതിന് പുറകുവശത്തുകൂടി ഒരു വഴിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് ആ സമയത്ത് പുറകിലേക്ക് എത്തി ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ സമീപത്തെ താമസക്കാരെ എല്ലാം കെട്ടിടങ്ങളിൽ നിന്നും മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇടപെടൽ പിന്നീട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ പൂർത്തിയാക്കുന്നു. പിന്നീട് അകത്തേക്ക് കടന്നപ്പോൾ വീണ്ടും തീ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഫോമും അതുപോലെ പ്ലാസ്റ്റിക്കും എല്ലാം ഇളകി മാറുമ്പോൾ വീണ്ടും തീ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഫോം ഉപയോഗിച്ച് അതും കെടുത്താൻ ഫയർഫോഴ്സ് യൂണിറ്റിന് സാധിച്ചു എന്നുള്ളതാണ്. ഉടമ പറയുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ഇന്നലെ രാത്രിയിൽ മെയിൻ സ്വിച്ച് ഓഫാക്കിയാണ് താൻ പോയത് എന്നും ഉടമ പറയുന്നു. ഇത് ഒരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായി പുറത്തുനിന്നും ആരോ തീയിട്ടതാണ് എന്നതാണ് ഉടമ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും ഈ സ്ഥാപനത്തിൽ ഈ നിലയിൽ പുറകിൽ ഇതിന്റെ വാതിൽ തകർത്തൊക്കെ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നും ഉടമ പറയുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് രാത്രി 10:30 കട അടച്ചത്. മോഷണ ശ്രമമാണെന്നാണ് കരുതുന്നത്. ഇതിനു മുമ്പ് 2-3 മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ബാക്ക് വഴി കയറിയിട്ടുണ്ടാവും, ഷീറ്റ് പൊളിച്ചിട്ടൊക്കെ കയറാറുണ്ട് ഇവിടെ. എന്തായാലും വലിയ ഒരു ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. കൃത്യമായ ഇടപെടൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. 7ഓളം യൂണിറ്റുകളെത്തി ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടായി. ഇല്ല എങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നഗരമധ്യത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, മെട്രോ, പെട്രോൾ പമ്പുകൾ ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്ത് ഈ ഗതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് ഇത്രയും പെട്ടെന്ന് അത് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത് ഫയർഫോഴ്സിന്റെ ക്രെഡിറ്റ് തന്നെയാണ്. ഒരു ബ്രില്യന്റ് ഓപ്പറേഷൻ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മാത്രം വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു ഒരു സാഹചര്യത്തെ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.